ഒന്നിനോട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനങ്ങളെ ഇങ്ങനെ പറയാറുണ്ട്, ക്രോസ്, ക്രൂക്ക് ആൻഡ് ക്രൗൺ എന്ന്. കാര്യം അതായത് 22-ാം സങ്കീർത്തനം പറയുന്നത് യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ചാണ്. എന്നാൽ ക്രൂക്ക് അതായത് ഇടയന്റെ വടിയ ക്രൂക്ക്, ഇടയൻ നയിക്കുന്നത് പോലെ നമ്മളെ നയിക്കുന്ന കർത്താവിനെ കുറിച്ചാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്നത്. അടുത്ത സങ്കീർത്തനം ക്രൗൺ ആണ്. അതായത് രാജാതി രാജാവായിട്ട് നമ്മൾ ചേർപ്പാൻ ഒരു രാജ്യമുണ്ടാക്കി നമ്മളെ ചേർക്കാനായിട്ട് വരുന്ന രാജാതി രാജാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സങ്കീർത്തനം 3 മാത്രം മതി ഒരാളുടെ രക്ഷയ്ക്കും ഒരാളുടെ ആത്മീയ ജീവിതത്തിനും ഒരാളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിനും. ഈ 3 സങ്കീർത്തനം മാത്രമേ നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട് ലഭിച്ചിട്ടുള്ളെങ്കിലും നമുക്ക് രക്ഷിക്കപ്പെടാനും പരിശുദ്ധാത്മാവിൽ ജീവിപ്പാനും യേശുവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടാനും സാധ്യമാണ്. കാര്യം ഈ സുവിശേഷത്തിന്റെ മുഴുവൻ ക്രീം, അന്തസത്ത ഈ 3 സങ്കീർത്തനങ്ങളിലായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. കാര്യം ഈ സങ്കീർത്തനം ദാവീദ് എഴുതുമ്പം യേശു വന്നിട്ടില്ല. ദാവീദ് ഇതെല്ലാം പ്രവചനാത്മാവിലാണ് എഴുതുന്നത്. എന്നാൽ നമ്മൾ നിന്ന് ഈ കാലഘട്ടത്തിൽ ഈ സങ്കീർത്തനങ്ങളെ നോക്കുമ്പോൾ ഒന്ന് ഭൂതകാലത്തെ കുറിച്ചാണ് പറയുന്നത്, അതായത് പാസ്റ്റ്. രണ്ടാമത് 23-ാം സങ്കീർത്തനം പറയുന്ന പ്രസന്റ്, ഈ കാലഘട്ടത്തെ കുറിച്ചാണ്, വർത്തമാനകാലത്തെ കുറിച്ചാണ്. എന്നാൽ 24 നമ്മളിപ്പോൾ വായിച്ച സങ്കീർത്തനം പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ്, വരും കാലത്തെ കുറിച്ചാണ്, ഭാവി കാലം. ഈ 3 സങ്കീർത്തനങ്ങളിലും നമ്മള് ശരിക്കും സങ്കീർത്തനം വചനം ധ്യാനിക്കുന്ന ഒരാൾക്ക് വളരെ പ്രതീക്ഷയും പ്രത്യാശയും തരുന്ന സങ്കീർത്തനങ്ങളാണ്. ദാവീദ് രാജാവ് ഇത് എഴുതുമ്പോൾ ആ ദാവീദ് രാജാവിന് ഒരു വളരെ വ്യക്തിപരമായ ഹൃദ്യമായ ഒരു ബന്ധം ദൈവവുമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദിൽ കൂടി ദൈവത്തിന് ഈ സങ്കീർത്തനം ഇങ്ങനെ എഴുതാൻ സാധിച്ചത്. അതിനകത്ത് 24-ലാണ് നമ്മൾ ഇന്ന് വായിച്ചത്. 24-ല് യേശു മഹത്വത്തിന്റെ രാജാവായിട്ട് വരാൻ പോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യേശുവിന്റെ മടങ്ങിവരവെന്ന് പറയുന്നത്. അതിനകത്ത് നാം ഒരുക്കപ്പെട്ടിരിക്കണം. അതായത് ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഇപ്പൊ അങ്ങനെ അല്ല, നമുക്കതറിയാം. ഇപ്പൊ അങ്ങനെയല്ല. പൈശാചിക ശക്തികൾ ആധിപത്യം വെച്ച് വാഴുന്ന ഭൂമിയിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മളത് ശരിക്കും അനുഭവിച്ചറിയുന്നവരാണ്. എന്നാൽ ഒരു നാളിൽ കർത്താവ് മടങ്ങി വരുമ്പോൾ, അതേത് നിമിഷവും മടങ്ങി വരുമ്പോൾ, ഈ കർത്താവിന്റെ രാജ്യം ഇറങ്ങി വരുമ്പോൾ ഇത് മുഴുവൻ കർത്താവിന്റെ നിയന്ത്രണത്തിലേക്ക് മാറും. അന്ന് പൈശാചിക ശക്തികൾ പരാജയപ്പെടും. എന്നാൽ ആ രാജാവിന്റെ പ്രവേശനത്തിനായിട്ട് നാം ഒരുക്കപ്പെടേണ്ടത് എങ്ങനെന്ന് 2 വാക്യത്തിലായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും, വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് ബൈബിൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ അത് മനസ്സിലാകും. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ, അവൻ യഹോവയുടെ അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തിന്റെ നീതിയും പ്രാപിക്കും. ഈ നീതി കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിലാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. ആ യാത്രയിലാണ് ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്. അതാണ് ഈ സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ 7-ാം വാക്യം നമ്മൾ എപ്പോഴും വായിക്കുമ്പോൾ നമ്മൾ എടുത്ത് വായിക്കുന്ന ഒരു വാക്യമാണ്, എല്ലാവരും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാക്യമാണ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നിങ്ങൾക്ക് രാജഭരണം നമ്മുടെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല രാജാവിനെ എഴുന്നള്ളിച്ചല്ല. രാജാവ് എഴുന്നള്ളുമ്പോ എങ്ങനെയാണ് ആ രാജ്യം, ആ തെരുവീതികളൊക്കെ ഒരുങ്ങുന്നത് രാജാവിനെ വരവേൽക്കാൻ. ഇംഗ്ലണ്ടിന്റെ ഭരണകൂടത്തില് രാജാധികാരം ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് പവർ ഇല്ലെങ്കിലും അവർക്ക് അതേപോലെ തന്നെ അവരുടെ ചടങ്ങുകളൊക്കെ ചെയ്യുമ്പം ഓരോന്നും ആ ചടങ്ങുകൾ കാണുമ്പോൾ നമ്മൾ ഓരോന്നും ഓർക്കേണ്ടത്, എന്റെ യേശു ഇതുപോലെ വരാൻ പോവുകയാണ്. ആ വലിയ പ്രത്യാശയുടെ ഒരു ടൈപ്പാണ് ആ ഇംഗ്ലണ്ടിന്റെ രാജപദവിയിൽ ആ രാജാവ് വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു.
യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൻ ന്യായാധിപതിയായിട്ട് വരുന്നു, അവൻ ന്യായാധിപതിയായിട്ട് വാതിൽക്കൽ നിൽക്കുന്നു. വാതിൽക്കൽ, അവന്റെ വരവ് അടുത്തു. നമ്മള് അതിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. നമ്മള് പത്രം വായിക്കുമ്പോൾ, മീഡിയ വാച്ച് ചെയ്യുമ്പോഴെല്ലാം യേശുവിന്റെ വരവ് ഏതു നിമിഷവും ഉണ്ടാവും, ഏതു സമയത്തും ഉണ്ടാവും. അതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നുവെന്ന്. എന്നാല് നമ്മള് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അറിയാവുന്നവർക്കെല്ലാം അറിയാം. അത് യേശുവിന്റെ മടങ്ങി വരവിന് മുമ്പ് ഉണ്ടാകുന്ന അടയാളങ്ങളെ കുറിച്ച് യേശു തന്നെ സംസാരിച്ച ഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ആ ഭാഗം വായിക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അവന് അടുത്ത വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും കാണുമ്പോൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും അതിന്റെ ആഘാതം വർദ്ധിച്ചു വരിക. നമ്മള് ഇതുവരെ പോയതുപോലെ ഇനി അങ്ങ് പോകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കാര്യം നമ്മുടെ രാജാവ് ഏത് നിമിഷവും മടങ്ങി വരും. നമ്മൾ ആ പ്രത്യാശയിലാണ് ഈ ജീവിതം നയിക്കുന്നത്. ഇല്ല എങ്കിൽ ഇത്രയും കാലം ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചത് വെറുതെയാവും. നമ്മള് ഇത്രയും കാലം കാത്തിരുന്ന ക്രിസ്തുവിന്റെ കൂടെ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പാടിയതും പ്രാർത്ഥിച്ചതും നടന്നതും ഓടിയതും എല്ലാം വെറുതെയാവും. ഈ പ്രത്യാശ വെറുതെയാവും. ഈ ശുദ്ധീകരണം നമ്മൾ പ്രാപിച്ചില്ല എങ്കിൽ നമുക്ക് അവനോട് കൂടെ പോകാൻ പറ്റത്തില്ല എന്നാണ് 24-ാം സങ്കീർത്തനം നമ്മളോട് പറയുന്നത്. ഞാൻ വേഗത്തിൽ പോകേണ്ടത് കൊണ്ട് ഞാൻ പറയാം. നമ്മൾ ഉത്തമഗീതത്തിൽ വരുമ്പോൾ സഭയും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഉത്തമഗീതം പറയുന്നത്. ആ ഭാഗത്ത് ഉത്തമഗീതം 5:2 ആദ്യത്തെ പാട്ടിൽ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. ഏത് സമയത്തും വന്ന് നമ്മളെ വിളിക്കുന്ന ഒരുവന്റെ ശബ്ദത്തിനായിട്ട് നമ്മുടെ കാത് ഓർക്കണം. ഓരോ യുദ്ധ കാഹളങ്ങളും നമ്മുടെ പ്രിയൻ മടങ്ങി വരുന്നതിന്റെ കാഹളങ്ങൾ, മാറ്റുലികൾ നമ്മുടെ ചെവിയിൽ കേൾക്കുകയാണ്. മഹത്വത്തിന്റെ രാജാവ് മടങ്ങി വരുന്നു. അവനായി നമ്മൾ ഒരുങ്ങണം. ഇനി നമുക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നമ്മൾ പോകുന്നത് വരെ അത് അതിന്റെ വഴിക്ക് നടന്നേ പറ്റൂ. പക്ഷെ അതിനെക്കുറിച്ച് ചിന്താകുലതയുടെ ആവശ്യം നമുക്കില്ല. കാര്യം 23-ാം സങ്കീർത്തനത്തിൽ പറയുന്ന, നല്ല ഇടയൻ നിന്റെ ആയുഷ്കാലം ഒക്കെയും നന്മയും കരുണയും നിന്നെ പിന്തുടരും. അവൻ നമ്മളെ നയിക്കുന്നത് ഒരു വെള്ളത്തിന് അരികത്തേക്കാണ്, പച്ചയായ പുൽപ്പുറത്ത് നമ്മളെ നടത്തുന്നു. അങ്ങനെ നമ്മളെ കരുതുന്ന ഒരിടയൻ. 22-ാം സങ്കീർത്തനത്തിൽ നമുക്ക് വേണ്ടി മരിക്കുന്ന ഒരിടയനെ നമ്മൾ കണ്ടത്, നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന. എന്നാൽ 23-ാം സങ്കീർത്തനത്തിൽ നമ്മളെ കെയർ ചെയ്യുന്ന, കരുതുന്ന ഒരിടയൻ. 24-ാം സങ്കീർത്തനത്തിൽ മഹത്വത്തിലേക്ക് നമ്മളെ ചേർക്കാൻ വരുന്ന രാജാവിനെയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ രാജാവിനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒരുക്കി ശുദ്ധീകരണം പ്രാപിക്കേണ്ട മേഖലകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിശ്ചയം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. ഏത് മേഖലയാണ് കഴുകൽ പ്രാപിക്കേണ്ടത്, ഏത് മേഖലയിലാണ് കർത്താവ് യേശുവിന്റെ രക്തത്തിന്റെ ശുദ്ധീകരണം നമുക്ക് ആവശ്യമുള്ളത്, എവിടെയാണ് നമുക്ക് ഒരിക്കൽ കുറവുള്ളത്, ആ ഭാഗം ക്രമീകരിക്കണം. അത് മറ്റുള്ളവരോട് പറഞ്ഞുള്ള ക്രമീകരണമാണെങ്കിലും അല്ല, കർത്താവുമായിട്ട് നിരക്കേണ്ടതാണെങ്കിൽ ഈ നാളുകളിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കുക. അല്ല എങ്കിൽ ഈ രാജാവും മടങ്ങി വരുമ്പോൾ നമ്മൾ അതിനകത്ത് നഷ്ടപ്പെട്ടു പോകുവാനിടയാവും. ആ കൂട്ടത്തിലായി പോകാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ തന്നെ നിരന്തരമായിരിക്കുക. ബുദ്ധിയില്ലാത്ത കന്യകയെ പോലെ ആയി പോകാതിരിക്കാൻ നമുക്കതിനായിട്ട് ഒരുങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ന്യായാധിപതി വാതിൽക്കലായിരിക്കുന്ന ഈ സമയത്ത് പ്രാണപ്രിയന്റെ ശബ്ദം കർത്താവേ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ആ മാത്രയിൽ തന്നെ ഞങ്ങൾ കേൾക്കുവാൻ ഒരുങ്ങിയിരിക്കും.